ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. പ്ലേ ഓഫിൻ്റെ കോണ്ടക്സ്റ്റിൽ രണ്ട് ടീമുകൾക്കും ഒരേപോലെ ക്രൂഷ്യലായിട്ടുള്ള മത്സരമാണ് ഇന്നത്തേത്. പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങളുമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് 4-ാം സ്ഥാനത്താണ്. സൺറൈസേഴ്സ് അവിടെ 9 മത്സരങ്ങളിൽ നിന്ന് 3 വിജയങ്ങളുമായിട്ട് 9-ാം സ്ഥാനത്തും. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു കംഫർട്ടബിൾ പൊസിഷനാണ്. ഇതുവരെ 3 മത്സരങ്ങൾ മാത്രമേ തോറ്റിട്ടുള്ളൂ. എന്നാൽ ഇന്നത്തെ മത്സരം തോറ്റു കഴിഞ്ഞാൽ കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള പൊസിഷനിലേക്ക് അവർ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിലൊന്നിൽ ഈ സീസണിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ 16 പോയിന്റ് എടുത്താൽ, അതായത് 14 മത്സരങ്ങളിൽ നിന്ന് 8 കളി വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അത് ഈ സീസണിൽ അങ്ങനെയല്ല. 16 പോയിന്റിൽ എത്തുകയാണെങ്കിലും നെറ്റ് റൺ റേറ്റ് വെച്ച് ഒരുപക്ഷെ ഒരു ടീം പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് പോയിന്റ് ടേബിളിൽ താഴെയുള്ള ടീമുകളായ CSK, RR, സൺറൈസേഴ്സ് എന്നിവരുടെ മോശം പ്രകടനമാണ്. അങ്ങനെ ഉറപ്പായിട്ടും സംഭവിക്കുമെന്നല്ല പറയുന്നത്, അതിനും ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 5 മത്സരങ്ങളെങ്കിലും ജയിച്ച 6 ടീമുകളുണ്ട്. അതുപോലെ തന്നെ കൊൽക്കത്തയ്ക്കായാലും സൺറൈസേഴ്സിനായാലും വേണമെങ്കിൽ 8 വിജയങ്ങൾ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ 4 കൂടുതൽ ടീമുകളെ 8 വിൻസ് എന്ന ഒരു യാർഡ് സ്റ്റിക്ക് പേരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ഫോം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരല്പം ആശങ്കയുണ്ട്. കഴിഞ്ഞ 4 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 2 മത്സരം പരാജയപ്പെട്ടു. അതും കഴിഞ്ഞ മത്സരം രാജസ്ഥാൻ റോയൽസിനെതിരെ മികച്ചൊരു സ്കോർ പോസ്റ്റ് ചെയ്തിട്ടും ഡോമിനേറ്റിംഗ് ആയിട്ടാണ് RR അവരെ പരാജയപ്പെടുത്തിയത്. ആ ഒരു തിരിച്ചടിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് കരകയറിയേ മതിയാവും. ഈ ടീമിനെ പറ്റി പറയുമ്പോൾ ടോപ്പ് ഹെവി ബാറ്റിംഗ് ലൈനപ്പാണ്. അതായത് ഇവരുടെ ഒരു ടോപ്പ് 3 ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, ഇവർ 3 പേരുമാണ് ടീമിന്റെ ഒരു ബൾക്ക് ഓഫ് ദി സ്കോറിംഗും ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മത്സരം എടുത്താൽ തന്നെ ഒരു 90% റൺസും വന്നത് ഇവരുടെ ബാറ്റിൽ നിന്നാണ്. ഒരു ഓവറോൾ നോക്കിയാൽ ആ ഒരു പെർസെൻറ്റേജ് 75 to 80 വരും. ഈ ഒരു സ്റ്റാറ്റ് പറയുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവരുടെ ടോപ്പ് 3 എന്ന് പറഞ്ഞാൽ അത്രയും കൺസിസ്റ്റന്റ് ആണ്. ഇനി ഇവരെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 6 ഓവറിനുള്ളിൽ ഈ 3 വിക്കറ്റുകൾ കളയണം. അതിൽ ഒരാൾ 16 ഓവർ വരെ നിന്നാൽ പോലും ഇവർ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്കോറിലെത്തും. ഇതേവരെ ഇവരുടെ ഒരു മിഡിൽ ഓർഡർ, വീക്ക് എന്ന് പറയപ്പെടുന്ന മിഡിൽ ഓർഡർ ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ടില്ല. എല്ലാ മത്സരങ്ങളിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ ഒരു എൻഡിൽ കാണും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷർ സോക്കിൻ ചെയ്ത് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇവരുടെ മിഡിൽ ഓർഡർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഇനി ബോളിംഗ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരം ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയെങ്കിലും ഇവർക്ക് അങ്ങനെ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ മത്സരം ഒരു 1-off ഫെയിലിയർ ആയിട്ട് വിട്ട് കളയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ നന്നായിട്ട് റൺസ് വിട്ടുകൊടുത്തിരുന്ന റഷീദ് ഖാനും പതുക്കെ ഫോമിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇനി ഒരു തോൽവിയും കൂടെ വന്നു കഴിഞ്ഞാലാണ് ഇവരുടെ മുകളിൽ പ്രഷർ മൗണ്ട് ചെയ്യുക. ഇനി സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു വിജയത്തിന് ശേഷമാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായി ചെപ്പോക്കിൽ ജയിക്കാൻ സൺറൈസേഴ്സിനായി. അതൊരു ലോ സ്കോറിംഗ് അഫെയർ ആയിരുന്നു. ഇവരുടെ ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ മത്സരത്തിലാണ് ഇവരുടെ ഈ സീസണിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് വന്നത്. ചെപ്പോക്കിലെ കണ്ടീഷൻസ് അവരെ എയ്ഡ് ചെയ്തു. അത് മാത്രമല്ല ഓഫർ ചെയ്യുന്ന കണ്ടീഷൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു സ്കില്ലാണല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോളേഴ്സ് എല്ലാം കഴിഞ്ഞ മത്സരത്തിൽ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ബോൾ ചെയ്തത്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ 4 വിക്കറ്റ് എടുത്ത് മാൻ ഓഫ് ദ മാച്ച് ആയി. പിന്നെ ഷമി പവർ പ്ലേയിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തു. കമിൻസ് അതുപോലെ തന്നെ ഇക്കണോമിക്കലായിട്ട് ബോൾ ചെയ്തു. അതുപോലെ കമിന്ദു മെൻഡിസിന്റെ കോൺട്രിബ്യൂഷൻ വന്നു. അങ്ങനെ വന്നപ്പോൾ ഓവറോൾ അവരുടെ ബോളിംഗ് യൂണിറ്റ് നല്ലൊരു മാച്ച് ആയിരുന്നു ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. ഇനി ബാറ്റിംഗ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ എല്ലാവരും ഫിയർ ചെയ്യുന്ന, എല്ലാവരും ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്ന ഒരു ബാറ്റിംഗ് യൂണിറ്റ് അല്ല ഈ സീസണിലേത്. പേഴ്സണൽ ചേഞ്ച് ഇല്ല, പകരം ഇഷാൻ കിഷനോട് വന്നിട്ട് ആ ഒരു ബാറ്റിംഗ് ഓർഡർ ഒന്നുകൂടി ശക്തിപ്പെട്ടെങ്കിലും ആ ഒരു ഭീതിയോടെ ആരും ഇപ്പോൾ ഇവരെ നോക്കി കാണുന്നില്ല. ഈ സീസൺ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 2 തവണ മാത്രമാണ് ആ ഒരു ത്രറ്റനിങ് ആയിട്ടുള്ള രീതിയിൽ അവർ ബാറ്റ് ചെയ്തത്. ഒന്ന് RRനെതിരെയും 2 പഞ്ചാബിനെതിരെയും. ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം ഒരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നൽകിയതുപോലുള്ള തുടക്കം നൽകാൻ അഭിഷേക് ശർമ്മയ്ക്കായാലും ട്രാവിസ് ഹെഡിനായാലും കഴിയുന്നില്ല. പിന്നെ മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈൻറിച്ച് ക്ലാസൻ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. അനികേത് വർമ്മ അത്യാവശ്യം കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. നിതീഷ് റെഡ്ഡിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൊറർ സീസൺ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഡീസൻ്റ് ആയിട്ട് കളിച്ച് മത്സരം ഫിനിഷ് ചെയ്തു. പിന്നെ കമിന്ദു മെൻഡിസ് കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ബാറ്റിങ്ങിലും തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഇവർക്കൊരു ഡു ഓർ ഡൈ മാച്ചാണ്. ഞാൻ പറഞ്ഞ പോലെ 16 പോയിന്റ് എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും അവർക്ക് ജയിച്ചേ മതിയാവും. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർക്ക് നല്ലൊരു സ്റ്റാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വിന്നിംഗ് മൊമെന്റം അവർക്ക് ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ അഹമ്മദാബാദിൽ വെച്ചാണ് മത്സരം. ഈ സീസണിൽ അവിടെ നടന്ന 8 ഇന്നിംഗ്സുകളിൽ 5 ഇന്നിംഗ്സുകളിലും 200+ സ്കോർ വന്നു. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ ഒരു ബ്ലാക്ക് സോയിൽ പിച്ച് യൂസ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ബോളേഴ്സിന് ഹെൽപ്പ് ഉണ്ടാവും. എന്നിരുന്നാലും ഒരു 190+ സ്കോർ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്തെങ്കിലും ബാക്ക് സ്പാസം മൂലം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നില്ല. എന്നാൽ ഗില്ല് ഫുള്ളി ഫിറ്റായി കഴിഞ്ഞു. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഷെർഫൈൻ റുദർഫോർഡും റിക്കവറായി കഴിഞ്ഞു. അതുകൊണ്ട് കരീം ജന്നത്തിന് പകരം റുദർഫോർഡ് ടീമിലേക്ക് തിരികെ എത്തും. ഇനി പേഴ്സണൽ റീസൺസ് കാരണം വിട്ടുനിന്ന റബാദ തിരികെ ടീമിലെത്താൻ സമയമായിട്ടുണ്ടെന്നാണ് ശുഭ്മാൻ ഗിൽ സൂചിപ്പിച്ചത്. പക്ഷേ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ റബാദ ടീമിലേക്ക് വന്നേക്കാം. പക്ഷേ ഈ മത്സരത്തിൽ ഞാൻ അതിന് സാധ്യത കാണുന്നില്ല.
ഇനി സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഏതെങ്കിലും പ്ലെയറിന്റെ പേര് എടുത്ത് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്, പകരം രണ്ട് ടീമിന്റെയും ഓപ്പണിംഗ് ബാറ്റേഴ്സ്. ഇപ്പോൾ ഫോം വെച്ച് നോക്കിയാൽ രണ്ട് ധ്രുവങ്ങളിലുള്ള ഒരു ഓപ്പണിംഗ് കോമ്പിനേഷനാണ് ഇവരുടേത്. ഗുജറാത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഫോമിലാണ്. അവരുടെ ആവറേജ് എബോവ് 60 ആണ് ഇവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന്റെ ആവറേജ്. എന്നാൽ ഇവരുടെ ഒരു റൺ റേറ്റ് താരതമ്യേന കുറവാണ്. 8.94 എന്തോ ഉള്ളൂ റൺ റേറ്റ്. അത് ഈ സീസണിലെ സെക്കൻഡ് സ്ലോവസ്റ്റ് റൺ റേറ്റ് ആണ്. ഇനി സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സീസണിലേതുപോലെ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബിനെതിരായ മത്സരത്തിൽ ഒരു ഹൈ പാർട്ണർഷിപ്പ് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ ഇവർക്ക് ആയിട്ടില്ല. ടീമിന് വിജയം അത്രയും അനിവാര്യമായിരിക്കുന്ന ഒരു സമയത്ത് അവർ പഴയ ഫോമിലേക്ക് തിരികെ എത്തുമോ എന്ന് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ആരായിരിക്കും വിജയിക്കുക? ഗുജറാത്ത് ടൈറ്റൻസ് ആയിരിക്കുമോ അതോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.